ഹായ് എവരി വൺ. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന പേപ്പർ BEGC 107 എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻട്രൊഡക്ടറി വീഡിയോ. അതായത് ഈ ഒരു പേപ്പർ എന്താണ്, ഇതിനകത്ത് എത്ര ബ്ലോക്സ് ആണുള്ളത്, എത്ര യൂണിറ്റ്സ് ആണുള്ളത്, മേജർ തീംസ് എന്തൊക്കെയാണ്, എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, നമ്മുടെ മെത്തോളജി എന്താണ്, ഏതൊരു സ്ട്രാറ്റജി ഓഫ് വേയിലാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള അവയർനെസ് തരിക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇസ് ഓൾ അബൌട്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. നമ്മുടെ പേപ്പറിന്റെ പേര് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. എന്തായിരുന്നു പേപ്പറിന്റെ പേര്? BEGC 107. വാട്ട്സ് ദ നെയിം ഓഫ് ദ പേപ്പർ? ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ ഫ്രം 14th to 17th century. ഇനി നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് നോക്കാം. മൊത്തത്തിൽ ഈ ഒരു പേപ്പറിൽ 4 ബ്ലോക്സ് ആണുള്ളത്. ഈ ഒരു 4 ബ്ലോക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് നെയിംഡ് ആസ് ദാറ്റ് ഓഫ് ദ ടൈറ്റിൽ. അതായത് ഓരോ ബ്ലോക്കിന്റെ അകത്തും പേര് കൊടുത്തിരിക്കുന്നത് എന്താണോ ആ ഒരു ബ്ലോക്കിന്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഈ ബ്ലോക്ക് ഇസ് ഓൾ അബൌട്ട് എന്നതിനെ വെച്ചിട്ടാണ് ബ്ലോക്കിന് നെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ 4 ബ്ലോക്കാണ് ഉള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് ഈസ് ചോസർ ആൻഡ് സ്പെൻസർ. ഇറ്റ്സ് ഓൾ അബൌട്ട് റിനൗഡ് പോയിന്റ് ആയിട്ടുള്ള ചോസറിനെ കുറിച്ചിട്ടും സ്പെൻസറിനെ കുറിച്ചിട്ടുമാണ്. ബ്ലോക്ക് 2 ഈസ് ഷേക്സ്പിയർ, ദി ഗ്രേറ്റ് ഡ്രമാറ്റിസ്റ്റ് ആയിട്ടുള്ള ഷേക്സ്പിയറും ജോൺ ടണിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ബ്ലോക്ക് 3 നെയിംഡ് ആസ് മാർലോ ആൻഡ് ഡോക്ടർ ഫ്രോസ്റ്റസ്. മാർലോവിന്റെ മേജർ ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഡോക്ടർ ഫ്രോസ്റ്റസ് എന്ന് പറയുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ആൻഡ് ബ്ലോക്ക് 4 ഇറ്റ്സ് ഓൾ അബൌട്ട് ഷേക്സ്പിയറിന്റെ മാക്ബെത്ത്. അപ്പം സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഷേക്സ്പിയറിന്റെ ലൈഫും ബയോഗ്രഫിയും ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് ഓൺ ദ ലാസ്റ്റ് ബ്ലോക്കിൽ ഷേക്സ്പിയറിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡ്രാമ ആയിട്ടുള്ള മാക്ബത്തിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 4 ബ്ലോക്ക് ഏതൊക്കെയാണ്? ചോസർ ആൻഡ് സ്പെൻസർ, ഷേക്സ്പിയർ ആൻഡ് ഡൺ, മാർലോവിന്റെ ഡോക്ടർ ഫ്രോസ്റ്റസ്, ഷേക്സ്പിയറിന്റെ മാക്ബത്ത്. സോ ഈ ഒരു 4 ബ്ലോക്കിനെയും 16 യൂണിറ്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ ബ്ലോക്കിന്റെ അകത്തും 4 യൂണിറ്റ്സ് വെച്ചിട്ടാണ്. സോ 4 into 4 which is 16 യൂണിറ്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ബ്ലോക്ക് ഈസ് ബ്ലോക്ക് 1, ചോസർ ആൻഡ് സ്പെൻസർ. 4 യൂണിറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് യൂണിറ്റ് ഈസ് ചോസർ ലൈഫ് ആൻഡ് വർക്ക്സ്. Second, The Wife of Bath Prologue, Spencer Life and Works. Third, Amority Sonnets. Amority Sonnets എന്ന് പറയുന്നത് സ്പെൻസറിന്റെ തന്നെ സോണറ്റ്സിന്റെ സീരീസിനെയാണ് നമ്മൾ അമോററ്റി സോണറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് 3 പോയംസ് ആണ് നമ്മൾ നോക്കുന്നത്: 57, 67 ആൻഡ് 75. അപ്പൊ 3 സോണറ്റ്സ് ഓഫ് സ്പെൻസർ ആണ് മൊററ്റി സോണറ്റ്സിനകത്ത് നമ്മൾ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു യൂണിറ്റ് 1. യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ ചോസറിന്റെ ലൈഫും അയാളുടെ വർക്കിനെ കുറിച്ചിട്ടുമാണ്. മേജർ ആയിട്ടുള്ള ഏതൊക്കെ വർക്ക് ഉണ്ട്, ചോസറിന്റെ ലൈഫ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇംഗ്ലീഷ് പീരീഡിൽ ഏത് പീരീഡിലാണ് പുള്ളി ജീവിച്ചിരുന്നത്, മേജർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്താണ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഡ്രോപ്പ് എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു ചോസർ ലൈഫ് ആൻഡ് വർക്ക്സിൽ മേജർ ആയിട്ട് പറയുന്നത് വൈഫ് ഓഫ് ബാത്തിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് നമ്മൾ പറയുന്ന ഒരു മേജർ കാര്യമാണ് കാന്റർബറി ടേൽസ്. അപ്പൊ ചോസറിനെ ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കിയിട്ടുള്ളത് പുള്ളിയുടെ തന്നെ മേജർ വർക്ക് ആയിട്ടുള്ള കാന്റർബറി ടേൽസിലൂടെ ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ പഞ്ചതന്ത്ര കഥകളെന്നും ഫോക്ക് ടെയിൽ നിന്നും ഒക്കെ പറയുന്ന പോലെ അന്ന് അയാൾ എഴുതിയ ഒരു വർക്ക് ആയിരുന്നു കാന്റർബറി ടേൽസ്. കാന്റർബറി ടൈൽസ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടെ ആ പിക്ചറിൽ കാണുമ്പോൾ കുറെ പേര് കുതിരയുടെ മണ്ടയ്ക്ക് എങ്ങോട്ടേക്കോ പോകും. അപ്പൊ ഇവരെല്ലാരും കൂടെ നമ്മളിവിടെ വേളാങ്കണ്ണി ചേർച്ചിലൊക്കെ നമ്മൾ പോവും, ശബരിമലയിലൊക്കെ നമ്മൾ തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് പോകാറുണ്ടല്ലോ, നോമ്പ് നോറ്റ് നടന്നൊക്കെയാണല്ലോ പണ്ട് കാലത്ത് പൊക്കോണ്ടിരുന്നത്. സോ ഇന്നത്തെ പോലെ അന്ന കാലത്ത് ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസുകളോ അല്ലെങ്കിൽ ബസ്സുകളോ ഒന്നും അവൈലബിൾ ആവാത്തത് കൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കുറച്ച് 29 പിലിഗ്രിമും ചേർന്നിട്ട് സദേൺ ബാൻ ഇൻ എന്ന് പറയുന്ന ഒരു കാന്റർബറിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടെ ഒരു എന്താ അന്ന് സത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു സത്രത്തിൽ ഒത്തുകൂടി ഇവരെല്ലാം പല ആൾക്കാരാണ്, പല ഗ്രൂപ്പാണ്. സോ ഇവരെല്ലാം ഒരുമിച്ച് ഒത്തുകൂടുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇവരെല്ലാരും തന്നെ പരിചയപ്പെടുന്നത്. സോ അങ്ങനെ സമയത്ത് ഇവരെല്ലാം പരിചയപ്പെടുന്നു. അങ്ങനെ മൊത്തത്തിൽ 29 പേരുണ്ടായിരുന്നു. അതിനകത്ത് 29 കൂടാതെയാണ് ചോസറും ആ ഒരു സത്രത്തിന്റെ ഉടമസ്ഥൻ ആയിട്ടുള്ള ഹെൻറി ബെയ്ലി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ 31 പേരാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. സോ ഇവരെല്ലാവരും കൂടി ഡിസൈഡ് ചെയ്ത് നോക്കി ഇവിടുന്ന് അവിടം വരെ പോകുന്ന ബോറായതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റോറി പറഞ്ഞു പോകാമെന്ന് തീരുമാനിക്കും. അങ്ങനെ ഒരാൾ 2 സ്റ്റോറി വെച്ച് പറയണമെന്ന് വെച്ചു. അങ്ങനെ ഇവർ കഥ പറഞ്ഞിട്ടാണ് ഒരു യാത്ര മൊത്തവും കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ ചോസറിന് ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാന്റംബറിയിൽ 24 സ്റ്റോറീസ് മാത്രമേ ഉള്ളൂ. ആ കാന്റംബറി ടൈൽസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് പുള്ളിയുടെ പ്രൊലോഗ് തന്നെയാണ്. പ്രൊലോഗ് എന്ന് പറയുമ്പം ഈ കാന്റംബറി ടൈൽസിൽ 29 ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. 29 ക്യാരക്ടേഴ്സിനെ കുറിച്ചും പുള്ളി ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ് ആ ഒരു പ്രൊലോഗ് എന്ന് പറയുന്നത്.
പക്ഷെ ഔട്ട്ലൈൻ കൊടുക്കുമ്പോഴും പുള്ളി ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല ഇന്നാള് മോശമാണ്, ഇന്നാള് ചീത്തയാണ്, ഇന്നാള് നല്ലതാണെന്ന് പറയുന്നില്ല. പകരം ഇൻസ്റ്റൻസ് കൊണ്ടുവരികയും ക്യാരക്ടർ സ്കെച്ച് കൊണ്ടുവരികയും അതിലൂടെയാണ് പുള്ളി പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഓതർ അല്ലെങ്കിൽ വായിക്കുന്ന റീഡേഴ്സ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് വെദർ ഹീസ് ഗുഡ് ഓർ ബാഡ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ഒരു സോഷ്യലിന്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആയിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും അതിൻ്റെ അകത്ത് പോർട്രേ ചെയ്തിട്ടുള്ളത്. അതാണ് കാൻറ്റർബറി ടെയിൽസ്. ഇപ്പൊ കാൻറ്റർബറി ടെയിൽസിനകത്ത് വൈഫ് ഓഫ് ബാത്ത് എന്ന് പറയുന്ന ഒരു മേജർ ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടർ ആയിട്ടുള്ള സ്ത്രീയുടെ കഥയാണ്. വൈഫ് ഓഫ് ബാത്ത് 2 സ്റ്റോറിയാണ് ഉള്ളത്. അതിനകത്ത് ആ ഒരു സ്റ്റോറിക്ക് മുമ്പുണ്ടായ പ്രലോഗിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ റൈറ്റിംഗ് സ്റ്റൈൽ നോക്കുന്നുണ്ട്, ചോയ്സിന്റെ ബയോഗ്രഫി നോക്കുന്നുണ്ട്, പുള്ളിയുടെ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള ഔട്ട്ലുക്സ് എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് യൂണിറ്റ് ഈസ് ഓൾ അബൌട്ട് ദ വൈഫ് ഓഫ് ബാത്തിന്റെ പ്രലോഗാണ്. അതിന്റെ ഡ്രമാറ്റിക്കൽ ആയിട്ടുള്ള നേച്ചർ എന്താണ്, എങ്ങനെയാണ് ഒരു വൈഫ് ബിക്കെയിം എ റിഫ്ലക്ഷൻ ഓഫ് ദി സൊസൈറ്റി എന്നുള്ളതാണ്. ഈ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് കല്യാണമൊക്കെ കഴിക്കുകയും അതിലൂടെ റിഫ്ലക്ഷൻ ഒക്കെ വരികയും ഒക്കെ ചെയ്തൊരു ലേഡിയാണ്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇറ്റ് ബിക്കെയിം ആൻ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ ക്രിറ്റിസിസം എങ്ങനെ ആവുന്നു, ഏതൊരു സ്ട്രക്ചറിലാണ് ഇത് എഴുതിയേക്കുന്നത്, അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ യൂണിറ്റ് 2 ആയിട്ടുള്ള ദ വൈഫ് ഓഫ് ബാത്തിന്റെ പ്രലോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ഈസ് സ്പെൻസറിന്റെ ലൈഫ് ആൻഡ് വർക്ക്. അപ്പം ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. യൂണിറ്റ് 1 ചോസന്റെ ലൈഫും അദ്ദേഹത്തിന്റെ മേജർ വർക്കും ഡിസ്കസ് ചെയ്യുന്നു. സെക്കൻഡ് യൂണിറ്റിൽ എന്ത് ചെയ്തു, ചോസന്റെ തന്നെ മെയിൻ വർക്ക് ആയിട്ടുള്ള കാൻറ്റർബറി ടെയിൽസിന്റെ അകത്ത് ഒരു കുഞ്ഞു പ്ലോട്ട് എടുത്ത് വെച്ച് നമ്മൾ പഠിക്കുന്നു. തേർഡ് യൂണിറ്റ് മേക്കിംഗ് നമ്മൾ അനദർ ആയിട്ടുള്ള ഒരു പോയിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്, സ്പെൻസർ, എഡ്മണ്ട് സ്പെൻസർ. ഹി വാസ് എ റിനൗഡ് ആയിട്ടുള്ള ഒരു പോയിറ്റ് ആയിരുന്നു സ്പെൻസറും. പുള്ളിയുടെ ലൈഫ്, പുള്ളിയുടെ വർക്ക്, ആ സമയത്തുള്ള ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു സമയത്താണ് ഇംഗ്ലണ്ടിൽ റീസ്റ്റോറേഷനും അതുപോലെ തന്നെ റിനൈസാൻസും സംഭവിക്കുന്നത്. റിനൈസാൻസ് മീൻസ് സംതിങ് ന്യൂ അല്ലെങ്കിൽ ബർത്ത് ഓഫ് സംതിങ് ന്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും, റീബർത്ത് എന്നൊക്കെ പറയാം. സോ റിനൈസാൻസ് എന്താണ്, റിഫോർമേഷൻ എന്താണ്, ആ സമയത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്താണ്, പ്രാക്ടീസ് എന്താണ്, ചുഡർ ഡിനാസ്റ്റി ആ സമയത്ത് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ അതായത് നമ്മുടെ റിനൗഡ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്വീൻ എലിസബത്ത്. സോ അതിന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് പോയട്രിയിൽ അഫക്ട് ചെയ്തിട്ടുള്ളത്, മേജർ വർക്ക്സ് ഓഫ് സ്പെൻസർ, അതാണ് നമ്മൾ യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നത്. Then moving on to unit 4, which is Amoreti Sonnets. നമ്മുടെ എഡ്മണ്ട് സ്പെൻസറിന്റെ മേജർ ആയിട്ടുള്ള ഒരു പോയറ്റിക് കളക്ഷന്റെ പേരാണ് അമോരറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് കുറേയധികം പോയംസ് ഉണ്ട്. അതിനകത്തുള്ള 3 പോയംസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, 57, 67 ആൻഡ് 75. അത്രയുള്ള ഒരു 3 പോയിന്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫോം എന്താണ് നമുക്കറിയാം. സ്പെൻസേരിയൻ സ്റ്റാൻസാസ് എന്ന് പറയുന്നതും റൈം സ്കീം എന്ന് പറയുന്നതും ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ ഈ ഒരു യൂണിറ്റ് 4 നമ്മൾ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബ്ലോക്ക് 1 ഈസ് ഓൾ അബൌട്ട് ആരൊക്കെയാണ്, നമ്മുടെ ചോസറും സ്പെൻസറും ആണ്. അവർ രണ്ടുപേരെയും മേജർ വർക്ക്സ് ആയിട്ടുള്ള അമോരറ്റീനെയും അതുപോലെ വൈഫ് ഓഫ് ബാത്തിന്റെ ബ്ലോഗുമാണ് നമ്മൾ ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നത്. Then moving on to block 2, which is Shakespeare and Donne. ഇവിടെ നമ്മൾ ബ്ലോക്ക് 1 2 ഡിസ്കസ് ചെയ്തു. ബ്ലോക്ക് 2 നമ്മൾ 2 ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഇസ് നൺ അതർ ദാൻ ദ ഗ്രേറ്റസ്റ്റ്, ദ എവർ നോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഡ്രമാറ്റിസ്റ്റ് ആയിട്ടുള്ള ഷേക്സ്പിയർ ആണ്. ഷേക്സ്പിയറിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ്. യൂണിറ്റ് 6 ഈസ് ഓൾ അബൌട്ട് ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് ആയിട്ടുള്ള 1855 ആൻഡ് 65. ദെൻ ജോൺ ഡന്റെ ലൈഫ് ആൻഡ് വർക്ക്സ്. ദെൻ ജോൺ ഡന്റെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ സൺ റൈസിംഗ്, ഡെത്ത് ബി നോട്ട് പ്രൗഡ്. സോ ദർ ഇസ് എ മിസ്റ്റേക്ക് ഇൻ ദ PPT, രണ്ടും സ്പ്ലിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ബട്ട് രണ്ട് സെപ്പറേറ്റ് പോംസ് ആണ്, സൺ റൈസിംഗ് ആൻഡ് ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, so next is unit 5. We are going to discuss in detail Shakespeare life and works. അപ്പോൾ ഷേക്സ്പിയർ എന്ന് പറയുന്ന ആളുടെ വ്യക്തി എന്താണ്, പുള്ളി ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്, ബർത്ത് എങ്ങനെയാണ്, ഡെത്ത് എങ്ങനെയാണ്, മേജർ ആയിട്ടുള്ള വർക്ക് എങ്ങനെയാണ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള അപ്രോച്ചസ് എന്തൊക്കെയാണ് ഷേക്സ്പിയറിനെ കുറിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നത്. Then unit 6 is all about ഷേക്സ്പിയറിന്റെ 3 മേജർ സോണറ്റ്സ് ആയിട്ടുള്ള 80, 55 ആൻഡ് 65. ഷേക്സ്പിയർ as a poet, ഷേക്സ്പിയർ as a dramatist, ഷേക്സ്പിയറിയൻ സോണറ്റ്, ഷേക്സ്പിയറിയൻ സ്റ്റാൻസ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 6 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Next is unit 7. So unit 5 and 6 is all about Shakespeare. Then unit 7 എന്ന് പറയുന്നത് ജോൺ ഡണ്ണിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് ആണ്. ജോൺ ഡണ്ണിന്റെ സമയമായപ്പോഴത്തേക്ക് എന്താ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുള്ളി തന്നെ കൊണ്ടുവന്നൊരു കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ സ്റ്റൈലിലാണ് നമ്മൾ മെറ്റാഫിസിക്കൽ പോയിട്രി എന്ന് പറയുന്നത്. ആ ഒരു സമയമാകുമ്പോൾ സിവിൽ വാർ ഒക്കെ ബ്രോക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിവിൽ വാറിന്റെ കണ്ടീഷൻസും ഒക്കെ തന്നെ പോയിട്രിയിൽ അഫക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഓൾവേസ് റിഫ്ലക്ട് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ ബാക്ക്ഡ്രോപ്സ് ഓഫ് ദ കൺട്രി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി നമുക്ക് പറയാൻ പറ്റും.
അപ്പൊ റിലീജിയന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മെറ്റാഫിസിക്കൽ പോയട്രിയും അതുപോലെ കവലിയാർ പോയറ്റ്സും വന്നിട്ടുണ്ട്. ഈ രണ്ടുപേരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പുള്ളിയുടെ ബയോഗ്രഫിക്കൽ അക്കൗണ്ട് ആൻഡ് ഓൾസോ ജോൺ ഇൻ ഹിസ് ഓൺ ടൈംസ് ആൻഡ് നൗ, ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ യൂണിറ്റ് 7 നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് യൂണിറ്റ് 8 പുള്ളിയുടെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് പോംസ് ആണ്, വിച്ച് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റാഫിസിക്കൽ പോയിട്രി ആണ്. ദ സൺ റൈസിംഗ്, ഹോളി സോണറ്റ്സ്, ഡെഡ് ബി നോട്ട് ഫൗണ്ട്. ഈ ഒരു രണ്ട് പോംസ് എന്നും പറയുന്നത്, അല്ലെ സോണറ്റ്സ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് വൺ ഓഫ് ദ ലീഡിംഗ് ആയിട്ടുള്ള ഒരു മെറ്റാഫിസിക്കൽ പോയിട്രിയുടെ എക്സാമ്പിൾ കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ തേർഡ് ബ്ലോക്ക്, മാർലോ. മാർലോവിന്റെ ഡോക്ടർ ഫ്രോസ്റ്റേഴ്സ് ആണ്. മാർലോ എന്ന് പറയുന്ന ഏറ്റവും യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു ക്രിസ്റ്റഫ് മാർലോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വർക്കാണ് ഡോക്ടർ ഫ്രോസ്റ്റേഴ്സ്. ഇറ്റ് വാസ് റിയലി നൈസ്. ഇഫ് യു നമ്മളൊരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണ്, ഡെഫിനറ്റ്ലി ഒരു വർത്ത് റീഡിംഗ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് ഡോക്ടർ ഫ്രോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ യൂണിറ്റ് 9 ഇതിനകത്ത് നമുക്ക് 4 യൂണിറ്റ്സ് ആണ് ഉള്ളത്. സോ യൂണിറ്റ് 9 ഇറ്റ്സ് ഓൾ അബൌട്ട് മാർലോവിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ്. യൂണിറ്റ് 10 നമ്മൾ ഡോക്ടർ ഫ്രോസ്റ്റേഴ്സിനെ ടെക്സ്ച്വലി നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 11 ഇറ്റ് ഓൾ അബൌട്ട് ദ തീംസ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ഡോക്ടർ ഫ്രോസ്റ്റേഴ്സ്. യൂണിറ്റ് 12 ഇറ്റ്സ് എ റീടെല്ലിങ്സ്. നമുക്കറിയാം അഡാപ്റ്റേഷൻസ് വരാറുണ്ട് അല്ലേ. ഇപ്പൊ റീടെല്ലിങ്സും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സുമാണ് നമ്മൾ യൂണിറ്റ് 12 ഡിസ്കസ് ചെയ്യുന്നത്. Then moving on into in a detailed manner, Unit 8 is about Christopher Marlowe, life and works. അദ്ദേഹത്തിന്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആ സമയത്ത് എന്താണ്. ഇപ്പൊ ഏതൊരു യൂണിറ്റ് എടുത്ത് നമ്മൾ ഏതൊരു വർക്ക് പഠിക്കണമെങ്കിലും ആദ്യമേ നമ്മൾ പോയിന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ആ വർക്ക് എഴുതാനുണ്ടായ സാഹചര്യങ്ങളും ആ എഴുതിയ സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഫോർ ദ ബെറ്റർ അണ്ടർസ്റ്റാൻഡ്. സോ അതുകൊണ്ട് തന്നെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്താണ്, എലിസബത്തൻ തിയേറ്ററിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, റിനീസാൻസിന്റെ എഫക്ട്സ് എങ്ങനെ വന്നു, പിന്നെ മേജർ വർക്ക്സ് ഓഫ് ക്രിസ്റ്റഫർ മാർലോ, ഡോക്ടർ ഫ്രോസ്റ്റേഴ്സ് ഉണ്ട്, ജോ ഓഫ് മെറ്റ്ല ഉണ്ട്, ഡിഡോ, ക്യൂൻ ഓഫ് കാർട്ടേജ്, ടംബുലൈൻ പോലുള്ള മേജർ വർക്ക്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് യൂണിറ്റ് 10 വിച്ച് ഇസ് എ ടെക്സ്റ്റൽ അനാലിസിസ് ഓഫ് ഏതാണ് ഡോക്ടർ ഫ്രോസ്റ്റേഴ്സ് ആണ്. മാർലോവിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ ഒരു ടൈം. അതാണ് പുള്ളിയുടെ മാർലോവിൻ അപ്പീലിനെ കുറിച്ച് പറയുന്നുണ്ട്. കോൺട്രവേഴ്സി റിഗാർഡിങ് ഡോക്ടർ ഫ്രോസ്റ്റേഴ്സിനെ റിഗാർഡ് ചെയ്യുന്ന മാർലോ ആണോ എഴുതിയത്, അങ്ങനെയുള്ള ഒരുപാട് കോൺട്രവേഴ്സീസ് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദ ലെജൻഡ് ഓഫ് ഫോസ്റ്റ്, ഡോക്ടർ ഫ്രോസ്റ്റേഴ്സിന്റെ മേജർ ക്യാരക്ടറാണ് ഫോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് പിന്നെന്താണ്, ആക്ട് വൈസ് നമുക്ക് 5 ആക്ടാണ് ഡോക്ടർ ഫ്രോസ്റ്റേഴ്സിലുള്ളത്. അതിനെ ഓരോന്നും എടുത്ത് നമ്മൾ ക്രിട്ടിക്കലി അനാലിസിസ് ചെയ്യും. 1, 2, 3, 4 and 5 എന്ന രീതിയിൽ നമ്മൾ അനാലിസിസ് ചെയ്യും. Then unit 11 it's all about the theme of the Dr. Faustus and the psychological realism എന്താണെന്നുള്ളത്. പിന്നെ മേജർ തീംസ്, സിൻ ആൻഡ് റിഡംപ്ഷൻ ഉണ്ട്, റിനൈസൻസ് ഐഡിയൽസ് വേഴ്സസ് മെഡീവൽ മോറൽസ്, pride and arrogance, corrupting effects of power, the split self of man, knowledge versus wisdom, limitations of being a human. So ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത കാര്യം, ബിക്കോസ് ഇൻ അവർ ക്ലാസ്സസ് വി ആർ ഗോയിങ് ടു ഡീറ്റെയിൽഡ് ആയിട്ടൊരു രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. സോ ഇതൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ബോറടിപ്പിക്കാതെ ഇൻട്രൊഡക്ടറി പാർട്ടിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 12 പോകുന്നതിന് മുമ്പ് തന്നെ 11th ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂടെയുള്ള തീംസ് ആണ് മോട്ടീവ്, സിംബൽസ് ആൻഡ് അലിഗറി ഉണ്ട്. സോ ഡോക്ടർ ഫ്രോസ്റ്റേഴ്സിനകത്ത് മേജർ ആയിട്ട് അലിഗറി എന്ന് പറയുന്നത് ഗുഡ് ഏഞ്ചൽ വേഴ്സസ് ഈവിൾ ആണ്, ഗുഡ് വേഴ്സസ് ഈവിൾ ആണ്. ആ ഒരു സമയത്തെ വർക്ക് എല്ലാം തന്നെ ഇപ്പൊ എലിസബത്തൻ തിയേറ്റർ ആണെങ്കിലും റെനേസാൻസിലൊക്കെ എല്ലാ മേജർ വർക്ക്സിൻ്റെ അകത്തും ഗുഡ് വേഴ്സസ് ഈവിൾ ആണ് മേജർ ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യൂണിറ്റ് 11 തീംസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തീംസ് മാത്രമല്ല മോട്ടീവും സിംബൽസും അലിഗറിയും നമ്മൾ അതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ദ പോയിന്റ് ഓഫ് എക്സാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് യൂണിറ്റ് 12 വിച്ച് ഇസ് അബൌട്ട് ദ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ റീടെല്ലിങ്സ് ഓഫ് ഡോക്ടർ ഫ്രോസ്റ്റേഴ്സ് ആണ്. ഇന്നും ഇപ്പം മിക്ക നമ്മളിപ്പോൾ അവാർഡ് വിന്നിങ് ആയിട്ടുള്ള ഇപ്പം ഡ്രാമാസ് ഇൻ സ്കൂളിൽ സഹോദയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വർക്കാണ് ഡോക്ടർ ഫ്രോസ്റ്റേഴ്സിന്റെ വർക്ക്. സോ അതിന്റെ എൻഡിങ്സ് എന്തുമാത്രം റെലവെന്റ് ആണ്, ഐറണി എന്താണ്, മാർലോവിൻ ഹീറോ ആയിട്ടുള്ള ഡോക്ടർ ഫ്രോസ്റ്റേഴ്സിന്റെ യൂസേജ് ആൻഡ് ഹിസ് ഫേമസ് യൂസേജ് ഓഫ് മൈറ്റി ലൈൻസ്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം. പിന്നെ കോമിക്കൽ ആയിട്ടുള്ള സീൻസ്, അതിന് ക്രിട്ടിക്കൽ റെസ്പോൺസുമാണ് യൂണിറ്റ് 12 ഇറ്റ്സ് ഓൾ അബൌട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് യൂണിറ്റ് 4 വിച്ച് ഈസ് അബൌട്ട് ഷേക്സ്പിയറിയൻ മാക്ബെത്ത്. ഷേക്സ്പിയറിന്റെ തന്നെ ഏറ്റവും 4 മേജർ ട്രാജഡിയാണ് ഷേക്സ്പിയറിനുള്ളത്. അതിനകത്തുള്ള ഒരെണ്ണമാണ് മാക്ബെത്ത് എന്ന് പറയുന്നത്. സോ മാക്ബെത്തിന്റെ യൂണിറ്റ് 13 ഇസ് അബൌട്ട് മാക്ബെത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. 14 and 15 deal with part 1 and 2 of the Macbeth. And 16 is about the critical responses of Macbeth.
13 എന്ന് നമ്മൾ പറയുന്ന മാക്ബത്ത് ആ ഒരു എഴുതാനുണ്ടായ സാഹചര്യം എലിസബത്തിന് ഇറയാണ്. ബോത്ത് ക്രിസ്റ്റഫർ മാർലോ ആണെങ്കിലും ഷേക്സ്പിയർ ആണെങ്കിലും ദേ ബിലോങ് ടു ദ എലിസബത്തിന് ഇറയാണ്. സോ എലിസബത്തൻ വേൾഡ് ഹ്യൂമനിസം എങ്ങനെ വരുന്നുണ്ടെന്നുള്ള കാര്യം മഷിവള്ളി ദ പ്രിൻസ് ആൻഡ് ദ ജെയിംസ് ബസ്കറ്റിന്റെ സ്റ്റോറി വേർ ആർ ടു മേജർ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ഓഫ് മാക്ബത്ത്. റെനേസാൻസ് വേൾഡിൽ ഉണ്ടാകുന്ന ഡ്രാമ സ്റ്റേജസിന്റെ പെക്യുലാരിറ്റീസ്, അന്നുണ്ടാകുന്ന തിയേറ്റർ ആണ് ഗ്ലോബ് തിയേറ്റർ എന്ന് പറയുന്നത്. സോ അതിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്, മാക്ബത്തിന്റെ മേജർ സോഴ്സസ് എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മൾ പറയാൻ പഞ്ചതന്ത്ര കഥകളുണ്ട്. പഞ്ചതന്ത്ര കഥകളിലേക്ക് സോഴ്സ് അന്വേഷിച്ച് പോവാണെങ്കിൽ മഹാഭാരതവും രാമായണവും ഒക്കെ അല്ലേ എവിടെ നമ്മൾ ഇൻസ്പയർ ആയി എഴുതി എന്നുള്ളത്. സോ അതുപോലെ തന്നെ ഏതൊക്കെയാണ് മാക്ബത്തിന്റെ സോഴ്സ്, അതിന്റെ മേജർ ആയിട്ടുള്ള സ്ട്രക്ചർ എന്തൊക്കെയാണെന്നുള്ളതാണ് യൂണിറ്റ് 13 പറയുന്നത്. യൂണിറ്റ് 14 എന്ന് പറയുന്നത് ജസ്റ്റ് അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദ മാക്ബത്ത്. അതിന്റെ അനാലിസിസ് ആണ് എക്സ്പ്ലനേഷൻ പാർട്ടാണ്. മേജർ തീംസ് സ്ട്രക്ചർ ഓൺലി ആക്ട് 1 and 2. 1 and 2 മാത്രമേ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പാർട്ട് 2 റെസ്റ്റ് ഓഫ് ദ 3 ആക്ട്സ് 3, 4 and 5 ആക്ടും അതിന് ഇൻട്രൊഡക്ഷൻ, തീം, സ്ട്രക്ചർ ആൻഡ് എക്സ്പ്ലനേഷൻ പാർട്ടാണ് നമ്മൾ പാർട്ട് 15 യൂണിറ്റ് 15 പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Then about the unit 16, മാക്ബത്തിന് ക്രിട്ടിക്കൽ റെസ്പോൺസസ് ആണ്. ഷേക്സ്പിയറിനെ കുറിച്ച് ലോട്ട് ഓഫ് ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, ക്രിട്ടിക്കലി എഴുതാറുണ്ട്. ഇന്നും അത് റെലവെന്റ് ആണ്. അതിനകത്ത് 18th and 19th സെഞ്ചുറിയിലുള്ള ക്രിറ്റിസിസം എങ്ങനെയാണ്, സാമു ജോൺസന്റെ വൺ ഓഫ് ദ ഫേമസ് വർക്കാണ് പ്രിഫേസ് ടു ഷേക്സ്പിയർ. അതിനകത്ത് പുള്ളിയുടെ ക്രിട്ടിക്കൽ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. കോൾറിഡ്ജിന്റെ ഓൺ മാക്ബത്ത് എന്ന് പറയുന്ന ക്രിട്ടിക്കൽ വർക്കിന്റെ അകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്. തോമസ് ഡിക്പെൻസിയുടെ ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബത്ത്. AC ബ്രാഡ്ലിയുടെ ഷേക്സ്പിയറിയൻ ട്രാജഡി. മാർക്സിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അപ്രോച്ച് എന്താണ്. കൾച്ചറൽ മെറ്റീരിയലിസം എങ്ങനെ വർക്ക് ആവുന്നു. മാക്ബത്തിൽ 3 വിച്ച് വരുന്നുണ്ട് ആദ്യം. സോ ആ വിച്ചസിന് റെലവെന്റ് എന്തൊക്കെയാണ്. പിന്നെ ടെറി ഈഗ്ലറ്റിന്റെ വിച്ചസ് ആർ ദി ഹീറോയിൻ ഓഫ് ദ പീസ്. സോ ഇത്രയും എന്ന് പറയുന്നത് ഈ ഒരു 7 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം എന്ന് പറയുന്നത് ക്രിട്ടിക്കലായിട്ട് മാക്ബത്ത് എന്ന് പറയുന്ന ഒരു വർക്കിനെ തറവായിട്ട് പഠിച്ചിട്ട് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനും അനാലിസിസിനും വേണ്ടി തിരിച്ചെഴുതിയിട്ടുള്ളതാണ്. സോ ചില വർക്കുകൾക്ക് മാക്ബത്ത് എന്ന് പറഞ്ഞ അടിപൊളിയാണെന്ന് എഴുതിയിട്ടുണ്ട്, ചിലത് വേഴ്സ് ആണ് എഴുതിയിട്ടുള്ളത്. സോ അതൊക്കെ എന്താണ്, ആരൊക്കെയാണ് നല്ലത് പറഞ്ഞിട്ടുള്ളത്, ആരൊക്കെയാണ് ചീത്ത പറഞ്ഞിട്ടുള്ളത്, ആരൊക്കെയാണ് ക്രിട്ടിക്കലി എഴുതിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. സോ ഇത്രയാണ് നമുക്ക് യൂണിറ്റ് ഉള്ളത്. മൊത്തത്തിൽ 16 യൂണിറ്റ്സ് ആയിട്ട് 4 ബ്ലോക്സിലായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് വേഗമായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബിക്കോസ് ഇറ്റ്സ് അവർ ഇൻട്രൊഡക്ടറി ക്ലാസ്. ഓക്കെ, so see you in our unit 1 class. This is all about for today and thank you for watching my video. See you in the next class. Bye. Thank you.